കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനും ബി.ജെ.പിക്കും ഹൈന്ദവ സംഘടനകൾക്കിടയിൽ പുതിയ സംഘർഷം. മാഠയിൽ ഹനുമാൻ പതാക നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ കർണാടക സംസ്ഥാനം മുഴുവനും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. മാഠ്യ ജില്ലയിലെ പൊതുസ്ഥലത്ത് പുതിയതായി സ്ഥാപിച്ച ഹനുമാൻ പതാക അധികൃതർ നീക്കം ചെയ്തതിന് പിന്നാലെയാണ് വിവാദവും സംഘർഷവും ആരംഭിച്ചത്. ഇതിനിടയിൽ ഹനുമാൻ പതാകയ്ക്ക് പകരമായി നഗരത്തിലെ ചിലയിടങ്ങളിൽ പച്ചക്കൊടി സ്ഥാപിച്ചതും പ്രകോപനത്തിന് കാരണമായി മാറുകയായിരുന്നു. ചിക്കബെല്ലാപൂർ നഗരത്തിലെ ദക്ഷഭജമേമാനെ പ്രദേശത്തിന് സമീപത്ത് സ്ഥാപിച്ച കൊടിമരത്തിലാണ് പച്ചക്കൊടി ഉയർത്തിയത്. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കോലാർ നഗരത്തിലെ അതിപ്രശസ്തമായ ക്ലോക്ക് ടവറിൽ സ്ഥാപിച്ചിട്ടുള്ളത് അർദ്ധചന്ദ്രനും നക്ഷത്രഘടനയും നീക്കം ചെയ്യണമെന്ന് ബി.ജെ.പി. നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം കുടക് മൈസൂരു ബി.ജെ.പി. എം.പി. പ്രതാപ് സിംഹയും മൈസൂരു നഗരത്തിലെ പച്ചക്കൊടിയെല്ലാം അഴിച്ചുമാറ്റണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം പ്രതാപ് സിംഹയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മൈസൂരു നഗരത്തിലെ കൈലാസപുരത്ത് അംബേദ്കർ പാർക്കിന് സമീപം പച്ചക്കൊടി കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പതാക നീക്കം ചെയ്തിട്ട് മറ്റൊന്ന് ഇവിടെ വയ്ക്കാൻ അനുവദിച്ചത്? പ്രതാപ് സിൻഹ ചോദിച്ചു. അതേസമയം ബംഗളൂരുവിലെ ശിവാജി നഗറിലെ ചാന്ദിനി ചൗക്കിലുണ്ടായിരുന്ന പച്ചക്കൊടി എടുത്തുമാറ്റി അധികൃതർ ദേശീയ പതാക ഉയർത്തി. ജില്ലയിൽ ഇന്നു മുതൽ മാഠയിൽ ഹനുമധ്വജ് പ്രചരണം ആരംഭിക്കുമെന്ന് ബജ്രംഗ്ദൾ വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്തുടനീളം കാവിക്കൊടി പ്രചരണം നടത്തുമെന്നും എല്ലാ വീടുകളിലും പതാകകൾ ഉയർത്തുമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് (VHP) നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘ് പ്രവർത്തകരുടെ വീടുകളിൽ കാവിക്കൊടി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ ഹനുമാൻ പതാക നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 7-ന് മാഠയിൽ ബന്ദിന് സമാന മനസ്കര വേദികെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബി.ജെ.പി. ഘടകം നേരത്തെ തന്നെ സംസ്ഥാന വ്യാപകമായി വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ദ് ആചരിച്ചിരുന്നുവെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി വിവാദത്തിന് വഴിവെച്ച മാഠ്യ ജില്ലയിലെ കേരകോട് ഗ്രാമത്തിൽ 200-ലധികം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ഗ്രാമത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിരോധനാജ്ഞ തുടരുകയും ചെയ്യും. കൊടികളുടെ പേരിൽ സംസ്ഥാനത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും വികസനം തടസ്സപ്പെടുത്തുന്ന ആൾക്കാരുമായി സന്ധിയില്ല എന്ന തീരുമാനത്തിലാണ് കർണാടക സർക്കാർ. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള കരുതിക്കൂട്ടിയുള്ള വിവാദമാണെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. എന്തായാലും ഇരുകൂട്ടരും തന്നെ പോർമുഖം തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പച്ചക്കൊടി ഉയർത്തിയത്. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ കത്ത് നൽകിയതും അതിന്റെ തുടർച്ചയെന്നോണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടന്നിരിക്കുന്നതും.